എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിൽ നിന്നും 5ാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഫ്രം ജനപദാസ് ടു എംപയർ, ജനപദങ്ങൾ മുതൽ സാമ്രാജ്യങ്ങൾ വരെ. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ്, അത്രയും ഒഴിവാക്കാൻ കഴിയാത്ത ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നത്. അതായത് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും ഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ച്, മൗര്യാസ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഡിക്ലൈൻ, അധപതനത്തിനുള്ള കാരണങ്ങൾ, പിന്നെന്താണ് മഹാജനപദാസിൻ്റെ ഉദയം, ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആവർത്തിച്ച് ചോദിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ച്, അതുപോലെ തന്നെ അശോകയുടെ ധമ്മ, പിന്നെന്താണ് മൗര്യ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. ജൈനമതത്തിൻ്റെ ഡിക്ലൈനുള്ള കാരണം ചോദിക്കാം, അല്ലെങ്കിൽ ഡോക്ട്രിൻസ് ഓഫ് ജൈനിസം ചോദിക്കാം, അതുപോലെ ബുദ്ധിസം അതിൻ്റെ ഡിക്ലൈൻ ചോദിക്കാം, അല്ലെങ്കിൽ ബുദ്ധമത തത്വങ്ങൾ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിക്കപ്പെട്ടിട്ടുള്ളവയാണ്. ആ ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രാധാന്യമുള്ളത് മാത്രം ഉൾപ്പെടുത്തിയിട്ട് പോലും 10 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഡോക്ട്രിൻസ് ഓഫ് ജൈനമത തത്വങ്ങൾ വിലയിരുത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിൽ ജൈനമത തത്വങ്ങൾ ഒരു 4 തത്വങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ നമ്മുടെ ചാനലിലുണ്ടാവും. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ ചാപ്റ്ററിൻ്റെ. അപ്പോൾ നിങ്ങൾ എന്താണ് ചാപ്റ്ററിൽ ആ പ്ലേലിസ്റ്റ് പോയി കണ്ട് നിങ്ങൾ ചാപ്റ്റർ മനസ്സിലാക്കണേ. അപ്പോൾ ജൈനമതത്തിൻ്റെ തത്വങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മിക്കവാറും പേരെങ്കിലും ഗൈഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നോക്കി നിങ്ങൾ പഠിക്കണം. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ റീസൺസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ജൈനിസം. ജൈനമതത്തിൻ്റെ അല്ലെങ്കിൽ ജൈനിസത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ. അതും ഒരു 8 കാരണങ്ങളുണ്ട് ജൈനമതം തകരാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് ദ ടെക്നിക്സ് ഓഫ് ബുദ്ധിസം. ബുദ്ധമത തത്വങ്ങൾ ഏതെല്ലാമാണെന്നാണ്. ബുദ്ധമത തത്വങ്ങളെക്കുറിച്ച് അതിൽ അഷ്ടാംഗ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ അനലൈസ് ദ ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം. ബുദ്ധമതത്തിൻ്റെ തകർച്ച വിലയിരുത്തുക. അതും പ്രധാനപ്പെട്ടതാണ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ബുദ്ധമത തകർച്ചയ്ക്ക് 10 കാരണങ്ങൾ പറയുന്നുണ്ട്, അത് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് ദ റൈസ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഓഫ് മഹാജനപദാസ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അതാണല്ലേ, മഹാജനപദങ്ങളുടെ ഉത്ഭവവും വളർച്ചയും. അതിനെക്കുറിച്ച് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6ാമത്തേതെന്ന് പറയുന്നത് ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റീസ് വിച്ച് റൂൾഡ് മഗധ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. മഗധ ഭരിച്ച പ്രധാന രാജവംശങ്ങൾ നന്ദവംശം, ശിശുനാഗവംശം, അതുപോലെ അജാതശത്രു ഭരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ വരുന്നത്, മഗധ ഭരിച്ച പ്രധാന രാജവംശങ്ങളിൽ വരുന്നത്. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവ് ആൻ അക്കൗണ്ട് ഓൺ ചന്ദ്രഗുപ്ത മൗര്യാസ് അഡ്മിനിസ്ട്രേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണത്തെക്കുറിച്ച് ഒരു വിവരണം എഴുതുക. അതുപോലെ കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുന്നത്തെ വർഷമോ ചോദിച്ചത് മിക്കവാറും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അശോകാസ് ധമ്മ. അശോകൻ്റെ ധമ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ ധമ്മയെക്കുറിച്ച് എഴുതാനായിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ അനലൈസ് ദ കോസസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് മൗര്യ എംപയർ. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ. അതിൽ കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് മൗര്യന്മാർ പിന്നീട് വന്ന പിൻഗാമികളുടെ പരാജയം, ബ്രാഹ്മണരുടെ എതിർപ്പ്, പ്രവിശ്യകളിൽ നടപ്പാക്കിയ മർദ്ദന ഭരണം, കേന്ദ്ര അധികാരത്തിൻ്റെ ദൗർബല്യം, അതിർത്തി സംരക്ഷിക്കുന്നതിലെ വീഴ്ച, പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ, അശോകൻ്റെ സമാധാന നയം, ഇതെല്ലാം മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളിൽ വരുന്നു. അത് വിശദമായിട്ട് അവയെക്കുറിച്ച് മനസ്സിലാക്കണം. പിന്നെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് മൗര്യന്മാരുടെ ഭരണ സംവിധാനം അല്ലെങ്കിൽ ഭരണ സമ്പ്രദായത്തെക്കുറിച്ച്, മരണസമ്പ്രദായമല്ല ഭരണ സംവിധാനത്തെക്കുറിച്ച് വിവരിക്കുക എന്നുള്ളത്. റൈറ്റ് ആൻ എസ്സേ ഓൺ മൗര്യ അഡ്മിനിസ്ട്രേഷൻ. മൗര്യൻ അഡ്മിനിസ്ട്രേഷനിൽ അതിൽ മൗര്യന്മാരുടെ ഭരണ സമ്പ്രദായത്തിൽ അവരുടെ സപ്താംഗ സിദ്ധാന്തം വരുന്നുണ്ട്. പിന്നെ കേന്ദ്രഭരണം,
അതിൽ സഭ, പ്രവിശ്യാഭരണം, നഗരഭരണം ഇവയെല്ലാം വരും. സാമൂഹ്യ സാമ്പത്തിക പ്രവർത്തനമുണ്ട്, റവന്യൂ, ചാര സമ്പ്രദായത്തെക്കുറിച്ച്, സൈനിക ഭരണം, നീതിന്യായ ഭരണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, മൗര്യന്മാരുടെ ഭരണ സംവിധാനം എന്നുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ദി ഡോക്ട്രിൻസ് ഓഫ് ജൈന, പിന്നെന്താണ് രണ്ടാമത്തേത് റീസൺസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ജൈനിസം, 3 അനലൈസ് ദ ടെക്നിക്സ് ഓഫ് ബുദ്ധിസം, 4 ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം, 5 ദ റൈസ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഓഫ് മഹാജനപദാസ്, 6 ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റീസ് വിച്ച് റൂൾഡ് മഗധ, 7 ചന്ദ്രഗുപ്ത മൗര്യാസ് അഡ്മിനിസ്ട്രേഷൻ, 8 അശോകാസ് ധമ്മ, 9 കോസസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് മൗര്യ എംപയർ, 10 മൗര്യാസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്. ഇതിൽ മൗര്യന്മാരുടെ അഡ്മിനിസ്ട്രേഷൻ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അശോകയുടെ ധമ്മ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണസമ്പ്രദായം അതും ഏറ്റവും പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ മൗര്യന്മാരുടെ സാമ്രാജ്യത്തിൻ്റെ അധപതനം ഒരു ക്വസ്റ്റ്യൻ പോലും ഒഴിവാക്കി നിർത്താൻ പറ്റാത്തത്രയും പ്രാധാന്യമുള്ളതാണ്. പിന്നെ ബുദ്ധിസം അല്ലെങ്കിൽ ജൈനിസം ഇതിൻ്റെ തത്വങ്ങൾ, ഇതിൽ ബുദ്ധമതത്തിൽ നിന്നോ ജൈനമതത്തിൽ നിന്നോ അതിൻ്റെ തത്വങ്ങൾ രണ്ടിൻ്റെ ഏതെങ്കിലും ചോദിക്കാം. അതുപോലെ ഡിക്ലൈൻ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഡിക്ലൈൻ ഉറപ്പായിട്ട് ചോദിക്കാം. ഈ 10 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഇനിയും ഉണ്ട്, അലക്സാണ്ടറിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ 10 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം. ഇതിൽ ഒഴിവാക്കാൻ ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല. അതാണ് ഞാൻ അത്രയും പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണേ. നമ്മളിപ്പോൾ 5 ചാപ്റ്ററുകളായിട്ടുണ്ട്. ഈ 5 ചാപ്റ്ററും ഞാൻ വീഡിയോ ഇടുന്ന ദിവസം തന്നെ പഠിച്ചു പോകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങളൊന്ന് കമൻസിലൂടെ അറിയിക്കണേ, എത്ര പേര് പഠിക്കുന്നുണ്ട് എന്ന്. അതും കൂടി അറിയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി സന്തോഷമാവും. കാരണം നിങ്ങളും കൂടി ഒപ്പം പഠിച്ച് വരുന്നുണ്ട് എന്ന് മനസ്സിലായാൽ അത്രയും സന്തോഷം. എത്ര പേര് നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ പഠിച്ച് വരുന്നുണ്ട് എന്ന് പറയണേ. ഹിസ്റ്ററി ആണല്ലോ ഏറ്റവും ടഫായിട്ടുള്ളത് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസം തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുന്ന ദിവസം തന്നെ അതിൻ്റെ കൂടെ പഠിച്ചു പോകുന്ന എത്ര പേരുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ ജനുവരി ഏതാണ്ട് പകുതി ആകാറായല്ലേ, ഇനി നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് എത്ര ദിവസങ്ങളാണെന്ന് ഓർക്കുക. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഏതാണ്ട് 10-ാം തീയതിയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാം ആരംഭിക്കും. അപ്പോൾ നിങ്ങൾക്കിനി പഠിക്കാനായിട്ടുള്ളത് ഫെബ്രുവരി, മാർച്ച്, ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ ഒരു 70-80 ദിവസത്തിനകത്ത് കഷ്ടിച്ച് അത്രയും ദിവസങ്ങളാണുള്ളത്. പഠിക്കാനുള്ളതാണെങ്കിൽ 6 സബ്ജക്റ്റുകളുമാണ്. അപ്പോൾ ഒരു ഉഴപ്പും വിചാരിക്കേണ്ട. ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് നന്നായിട്ട് എല്ലാവർക്കും ഒരുപാട് എനിക്കറിയാം എല്ലാവരും തിരക്കുള്ളവരാണ്, ഹൗസ് വൈഫായിട്ടുള്ളവരാണ്, ജോലിക്ക് പോകുന്നവരാണ്. എന്നാലും പഠിക്കാനായിട്ട് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുക കുറച്ച് സമയം. ഉറപ്പായിട്ട് 1 മണിക്കൂറെങ്കിലും ദിവസവും നിങ്ങൾ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. വെറുതെ പാസ്സാകാമെന്ന് വിചാരിച്ച് ആരും പഠിക്കണ്ട. എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.